तसल्लियों से ना कहानियों से मिलता सुकून तुझे देख कर। तू ही रहनुमा है, तू ही आशना है, ज़हनो जिया पे तेरा असर। मलंग मलंग मैं तेरे ही लिए हूँ मलंग मैं। अब लगी लगी मुझको तेरी लगन लगन, जागी जागी मन में तेरी लगन लगन, तेरी धुन में ही अब इश्क इश्क है मलंग मेरा। दम मलंग मलंग दम दम मलंग 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 दम दम मलंग 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 दम इश्क इश्क है मलंग मेरा। റോക്കി, റോക്കി നീ ഒന്ന് നിർത്തടാ. ഇതെത്ര നേരമായി? റോക്കി ഒന്ന് നിർത്ത്. ആർക്ക് വേണ്ടിയിട്ടാ നീ ഇങ്ങനെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത്? ഇതെന്തൊരു ലോകമാണല്ലേ. പണമില്ലാത്തവൻ പണം സമ്പാദിക്കാൻ നടക്കുക, എന്നാൽ ജോലിയുള്ളവനോ എങ്ങനെയെങ്കിലും അതിൻ്റെ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാനെ നോക്കുന്നു. വിവാഹം ചെയ്തവന് ഡിവോഴ്സ് മതി. ബാക്കി ചിലര് പ്രണയിച്ച് അവരുടെ ജീവിതം നന്നാക്കാൻ നോക്കുന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണുണ്ട്, പക്ഷെ എൻ്റെ സ്വന്തമല്ല. ഒരുപാട് ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ ഒന്നുകൊണ്ടും എനിക്ക് സന്തോഷമില്ല. എന്തിനാ ധ്രുവ, ഞാൻ എന്തിനാ പിന്നെ? അപ്പൊ ഞാനോ, ഞങ്ങളൊക്കെയോ? റോക്കി, നീ ഇങ്ങനെ നിന്റെ ജീവിതം നശിപ്പിക്കുന്ന കാണാം സത്യമായിട്ടും വയ്യാത്തോണ്ട. ഒന്ന് നിർത്തടാ. എന്നെ ഒന്ന് വെറുതെ വിട് ധ്രുവ, വെറുതെ വിട്. റോക്കി പ്ലീസ്. എന്നെ ഒന്ന് വെറുതെ വിട്, ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി തരാം. റോക്കി, റോക്കി. എണീറ്റോ? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മൈൻഡ് മൊത്തത്തിൽ പുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, എൻ്റെ പേര് ഇവാന. ഇന്നലെ തന്നെ രക്ഷിച്ചത് ഞാനാണ്. ഇതെൻ്റെ വീടാണ്. ഓക്കെ? ഇവയല്ല, ഇവാന, ഇവാന ഐസക്. ഇതെന്റെ വീടാ. ഇന്നലെ താൻ ഇവിടെ ആയിരുന്നതുകൊണ്ട് എന്റെ കിടക്കയും പോയി, എന്റെ ഉറക്കവും പോയി. അപ്പൊ പിന്നെ താൻ എനിക്ക് നേരെ ഇവിടെ ഇരിക്കാന്ന് വെച്ചു. ഹലോ, ഇയാളെ തന്നെ ഇങ്ങനെ ആകുന്നത്? ഈ നോട്ടം ഒന്ന് നിർത്തിയിട്ട് ഇയാളുടെ പേരെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. റോക്കി. റോക്കി. അപ്പൊ തൽക്കാലത്തേക്ക് ഈ കാലൊന്ന് ശരിയാവുന്നവരെ റോക്കി ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഓക്കെ? ആരെങ്കിലും വിളിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഒരതും ഇതുമില്ല. ആരെയും വിളിച്ചു പറയാനുണ്ടെങ്കിൽ വിളിച്ചു പറയാം. ഓ, ചിലപ്പോൾ തന്റെ ഫോണോ കാറിലായി പോയി കാണും അല്ലേ? സാരല്ല, എന്റെ ഫോൺ തരാം. ഇതാ, ആരെ വേണോ വിളിച്ചു പറഞ്ഞു.
എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ആഹാ, എന്നിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് പോകണം. എൻ്റെ പൊന്നു മാഷെ, ചതിക്കരുത്. നിങ്ങളുടെ ആക്സിഡൻറ്റ് കണ്ട ഒരേ ഒരാൾ ഞാനാ. എങ്ങാനും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ പോലീസ് കണ്ടുപിടിച്ചാൽ അവസാനം എല്ലാം കൂടെ എൻ്റെ തലയിൽ വരും. കാരണം വിറ്റ്നസ് ഞാനാണല്ലോ. അത് മാത്രമല്ല, നിങ്ങളെ ഇടിച്ചിട്ട് ആ ലോറിക്കാരൻ ഏതോ ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാനാണ് നിങ്ങളെ ഇടിപ്പിച്ചതെന്ന് വരെ പറയാൻ ചാൻസ് ഉണ്ട്. പോലീസ് നമ്മളതാണേ. അതുകൊണ്ട് എൻ്റെ പൊന്നു മാഷെ, ചതിക്കരുത്. നിങ്ങളൊന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പൊക്കോ. ഞാൻ നിങ്ങളെ പിടിച്ചു വയ്ക്കത്തില്ല, സത്യം. പക്ഷേ താനൊന്ന് ഓക്കെ ആവുന്നവരെ ഇവിടെ ഒന്ന് കിടക്കാവോ? വേണമെങ്കിൽ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൊന്നു മാഷെ, നിങ്ങളിങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കല്ലേ. സത്യമായിട്ട് ഞാൻ ഉരുകിപ്പോവും. എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്താ കാര്യം? എന്ത് കാര്യം? അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് വെറുതെ പോലീസ് ചെന്ന് ചാടാൻ വയ്യ, അതുകൊണ്ട് നിങ്ങളോട് കേൾക്കാൻ പറഞ്ഞതാ, അല്ലാതൊന്നുമില്ല. പോലീസ് നിന്നെ പ്രതിയാക്കിയാലും ഞാൻ പറഞ്ഞാൽ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് നന്നായിട്ടറിയാലോ. പിന്നെ നീ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൽ എനിക്കെന്തോ നിന്റെ ഉദ്ദേശമൊന്നും അത്ര നന്നായി തോന്നുന്നില്ല. സത്യം പറ, എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്ന് എനിക്ക് എന്ത് കിട്ടാനാ? സന്തോഷം. ഓക്കെ. അത് പിന്നെ മാഷിനെ ആ കാറിൻ്റെ അകത്ത് വെച്ച് കണ്ടപ്പോഴേ ചെറുതായിട്ടൊരു സ്പാർക്ക് അടിച്ച പോലെ ഇത്. അപ്പം പിന്നെ ഒന്ന് ഇവിടെ വെച്ച് എന്താ ഒന്ന് ശുശ്രൂഷിച്ച് ചെറുതായിട്ട് അങ്ങനെ പൊക്കിയ സ്ഥിതിക്ക് നേരിട്ടങ്ങ് ചോദിക്കാമല്ലോ, ഈ കാല് ശരിയാവുന്നവരെ ഇവിടെ നിൽക്കാമല്ലോ ഇല്ലേ? നീ വിചാരിക്കുന്ന ആളെ അല്ല ഞാൻ. എന്നെ വെറുതെ വിട്ടേക്ക്. പ്രത്യേകിച്ച് നിന്റെ കൂടെ ഞാൻ നിൽക്കില്ല. അയ്യോ മാഷെ, അങ്ങനെ പറയല്ലേ. സത്യമായിട്ടും ട്രൂ ലവ് അല്ല, പറഞ്ഞ പോലെ അല്ല. എൻ്റെ കൂടെ നിന്ന് എന്താ കുഴപ്പം? അതിന് നിങ്ങൾക്ക് എന്നെ മുമ്പ് പരിചയമൊന്നുമില്ലല്ലോ. ശരിയാ, നിന്നെ എനിക്കറിയില്ല, പക്ഷെ നിന്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്താ?